ഹായ് മൈ ഡിയർ ഫാമിലി, നമുക്ക് ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗളോളം ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ കരിഞ്ഞു പോകും. ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം ചെമ്മീൻ്റെ രണ്ട് സൈഡും നമുക്ക് മൂത്ത് കിട്ടണം. ഇളക്കാതിരുന്നാൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് മൂത്ത് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആയോ എന്നറിയാൻ വേണ്ടി ഒരു ചെമ്മീൻ എടുത്ത് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ചെമ്മീൻ റോസ്റ്റായി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എൻ്റെ ചെമ്മീൻ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്, പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചെമ്മീൻ അല്ലേ. അപ്പോൾ ചെമ്മീൻ വെച്ച് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരു അരക്കപ്പ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിന് കരിവേപ്പിലയും കൂടിയിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. നാളികേരം എടുക്കുമ്പോൾ മീൻ എടുത്തതിൻ്റെ പകുതി മാത്രമേ നാളികേരം എടുക്കാവൂ. ചെമ്മീൻ 1 കപ്പാണെങ്കിൽ അരക്കപ്പ് നാളികേരം എടുക്കണം, എന്നാലും നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആയി കിട്ടിയിട്ടുണ്ട്. തേങ്ങ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ, കാരണം നമ്മുടെ ചമ്മന്തിക്ക് ഒരു കരിഞ്ഞ ചുവ വരും. എന്നാൽ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ കൂടെ തന്നെ നമുക്കിതും തട്ടിക്കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 8-10 മുളക് എടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് റോസ്റ്റാക്കി എടുത്തു. ഇനി നമുക്കിത് നല്ലവണ്ണം ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മുളകും അതുപോലെ തന്നെ പുളിയുമാണ് പൊടിച്ചെടുക്കാനുള്ളത്. കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മുളക് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നാളികേരവും അതുപോലെ ചെമ്മീനും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട, തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇതിൽ കൂടെ അല്പം ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ കിട്ടുന്നതിന് വേണ്ടി ദേവീസ് പ്ലാനറ്റ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓണാക്കി വയ്ക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.